അച്ഛനെന്താ വൈകിയത്? ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. അച്ഛൻ വാ, ഭക്ഷണം കഴിക്കാം. വേണ്ട മോളെ, വിശപ്പില്ല. പറ്റില്ല, അച്ഛന് ഭക്ഷണം എടുത്ത് വെച്ച് ഞാൻ കാത്തിരിക്കായിരുന്നു. അച്ഛൻ വേഗം കൈ കഴുകിയിട്ട് വന്നേ. ഞാൻ കഴിച്ചു മോളെ. ഇല്ല, എനിക്കറിയാം. അച്ഛൻ വാ, വന്ന് ആഹാരം കഴിക്കേ. സിദ്ധുവിന് നാളെ തിരക്കുണ്ടോ? എന്താ കാര്യം? തിരക്കുണ്ടോ ഇല്ലയോ അതറിഞ്ഞിട്ട് മതിയല്ലോ പറയുന്നത്. ഇല്ല. ആ, നാളെ ഇവിടെ ഉണ്ടാവണം. ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. പ്രധാനപ്പെട്ട തീരുമാനങ്ങളാ. ഉറപ്പായി ഇവിടെ വേണം. അച്ഛനിരിക്കെ. ഇവിടെ എന്തെങ്കിലും സംസാരം നടന്നോ? ഇല്ല. അച്ഛൻ കൈ കഴുക. ആ രജനി, അവിടെ എന്തായി കാര്യങ്ങൾ? അമ്മ ആകെ തകർന്ന അവസ്ഥയിലാ ഗിരി. തനൂജ് അവിടെ നമ്മുടെ വീട്ടിൽ വന്നു എന്നറിഞ്ഞത് മുതല് ആകെ ഷോക്കിലാ. നീ സമാധാനിപ്പിച്ചില്ലേ? അതൊക്കെ മറക്കാൻ പറ. അവൾ ഇനി ഇവിടെ വന്നാ നമ്മൾ നോക്കിക്കോളാന്ന് പറ. അവിടെ ഗിരി അമ്മയെ പറ്റി പറഞ്ഞ കൂടുതൽ വിഷമിക്കുന്ന. നീ പറഞ്ഞില്ലേ ഞാനും അമ്മയും അന്യരല്ല, ആ കുടുംബത്തിലുള്ളവർ തന്നെയാണെന്ന്. എല്ലാം പറഞ്ഞു. പക്ഷെ അമ്മയുടെ മനസ്സ് വല്ലാതെ പതറി നിൽക്കുക. ഞാൻ ആലോചിക്കുന്ന അതല്ല. ഒരിക്കൽ ഞാൻ കരുതിയിരുന്നത് അമ്മയെ പോലെ ധൈര്യമുള്ള ഒരാള് ലോകത്ത് വേറെ ആരും ഇല്ലെന്നാ. ആരെയും പേടിപ്പിക്കാനും എന്ത് പ്രശ്നമുണ്ടെങ്കിലും നേരിടാൻ ശക്തിയുള്ള ഒരാള്. അമ്മയെപ്പോലെ വേറെ ആരും ഇല്ലെന്നാ ഞാൻ വിചാരിച്ചത്. അനുഭവങ്ങളും അവസ്ഥകളും മനുഷ്യനെ മാറ്റും രജനി. അമ്മയുടെ വിഷമം കണ്ടിട്ട് എനിക്കിപ്പോ പേടിയാവുക. എന്ത് ചെയ്യണമെന്നോ എങ്ങോട്ട് നീങ്ങണമെന്നോ ഒന്നും അമ്മയ്ക്ക് അറിയാത്ത പോലെ. ഇങ്ങനെയൊന്നും പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇങ്ങനെ പേടിച്ചാൽ ജീവിക്കാൻ പറ്റൂ? എന്താ ഗിരി, ഇത്രയൊക്കെ സംഭവങ്ങൾ നടന്നിട്ടും ഒന്നുമില്ല, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ ക്ഷമിച്ചിരിക്കാൻ പറ്റുന്നേ? ഒന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ. ആദ്യം അച്ഛനെ ആവശ്യമില്ല സംശയിക്കുന്ന ഒന്നും നിർത്താൻ പറ. അതോടെ പകുതി പ്രശ്നം തീരും. ഗിരി, അതെങ്ങനെ സാധിക്കും? കൃത്യമായ ആരോപണത്തോടെ ഒരാൾ വരുമ്പോ സംശയിച്ചു പോവില്ലേ? അതെ, ഞാൻ അങ്ങോട്ടൊരു കാര്യം ചോദിക്കട്ടെ. എന്താണ്? എനിക്കെതിരെ ഒരു സ്ത്രീ ഇതുപോലൊരു ആരോപണമായിട്ട് വരികയാണെങ്കിൽ നീ വിശ്വസിക്കൂ? ഇല്ല, വിശ്വസിക്കില്ല. അതെന്താ? അതിന്റെ കാരണമൊന്ന് പറയാവോ? ഗിരി എനിക്ക് നന്നായിട്ട് അറിയാവുന്നുണ്ട്. അപ്പോ പ്രഭാ മേഡത്തിന് സിദ്ധാർത്ഥൻ സാറിന് നന്നായിട്ട് അറിയില്ല എന്ന് അല്ലേ? ഒരാരോപണം വന്നാൽ അത് വിശ്വസിച്ച് ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്ന ഭാര്യയ്ക്കൊപ്പം എന്റെ മനസ്സ് നിൽക്കില്ല. പക്ഷേ ആരോപണം ശരിയാണെന്ന ബോധ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ ഗിരിയും സിദ്ധാർത്ഥനും ഒക്കെ കുറ്റക്കാരാ. അങ്ങനെയുള്ളവരെ അകറ്റി നിർത്തണം സ്വന്തം ഭാര്യ. ക്ലിയർ അല്ലേ രജനിക്ക്? ആ, അത്രേ ഉള്ളൂ. അപ്പൊ ഗുഡ് നൈറ്റ്.
നന്ദു, മുരളിയേട്ടന്റെ വീട്ടിൽ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോ നമ്മൾ വഴക്കുകൂടി. എനിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വന്നു. പക്ഷേ ആ സങ്കടമൊക്കെ ഇപ്പൊ മാറി. എപ്പോഴാന്നറിയോ? ഇരുട്ടത്ത് ഞാൻ വരുന്നതും കാത്ത് നന്ദു നിന്നപ്പോ. ഞാനിന്ന് വീണപ്പോ ഓടി വന്നില്ലേ? പഴയ നന്ദുവിനെ എനിക്ക് തിരിച്ചു കിട്ടിയ സന്തോഷമായിരുന്നു. എനിക്ക് ഉറങ്ങണം. നീ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേ. പ്ലീസ് നന്ദു, നമുക്കിങ്ങനെ ദേഷ്യം കാണിച്ചിരിക്കണ്ട നന്ദു. ഞാൻ പറഞ്ഞു എനിക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണം. നിന്റെ നാടകമൊന്നും വേണ്ട. എന്ത് നാടകം നന്ദു ഞാൻ കാണിക്കുന്നേ? പെണങ്ങല്ലേ നന്ദു? ഇതൊരു ശല്യമായല്ലോ. നന്ദു, നന്ദു എന്തായി കാണിക്കുന്നേ? കട്ടിൽ കയറി കിടന്നേ. ഞാനിനി ഒന്നും പറയില്ല. ഒന്ന് പോകുന്നുണ്ടോ അവിടുന്ന്? മനുഷ്യനെ ശല്യപ്പെടുത്താതെ. ദേഹത്തുനിന്ന് കൈമാറ്റി ദേവി. ഞാൻ നന്ദുവിനെ തൊടണ്ടെന്നാണോ? നിന്നെ ഒന്ന് തൊടാൻ, നീ ഒന്ന് തൊടാൻ ഞാൻ കൊതിച്ചിട്ടുണ്ട്. ജീവിതകാലം മുഴുവൻ കൈകോർത്ത് നടക്കണമെന്നും കെട്ടിപ്പിടിച്ച് കിടക്കണമെന്നും മോഹിച്ചിരുന്നു. പക്ഷേ ആ മോഹം ഇപ്പൊ അവസാനിച്ചു. ആ ദേവി മനസ്സിൽ നിന്ന് പോയി. നന്ദുവിനെന്നെ മനസ്സിലാവുന്നില്ല. എനിക്കിപ്പോ എന്നെ തന്നെ മനസ്സിലാവുന്നില്ല. ആകെ ഭ്രാന്ത് കയറി നിൽക്കുക. ആരെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. ഞാൻ എന്ത് വിശ്വാസവഞ്ചന നന്ദു കാണിച്ചേ? ഒന്നുമില്ല, ഒന്നുമില്ല. ഇതിനെപ്പറ്റി ഞാനൊന്നും സംസാരിക്കുന്നുമില്ല. നന്ദു എന്നെ എന്തെങ്കിലും മനസ്സിലാക്കും. അതിനുശേഷം ഞാൻ നന്ദുവിനെ തൊട്ടോളാം. ഹൃദയത്തിൻ മധുപാത്രം, ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖി നീയൻ ഋതുദേവതയായി അരികിൽ നിൽക്കേ, അരികിൽ നിൽക്കേ.
ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖിനീയൻ ഋതുദേവതയായി അരികിൽ നിൽക്കേ എന്നരികിൽ നിൽക്കേ. അമ്മേ, ചായ ഞാനിടായിരുന്നു. അമ്മ വിളിച്ചാ മതിയായിരുന്നു. സിദ്ധുവിന് ചായ ഇവള് കൊണ്ട് കൊടുക്കട്ടെ. അച്ഛന് ചായ ഞാൻ കൊടുക്കാനായിരിക്കും. നന്ദു, ചായ. നിലത്ത് കിടന്നിട്ട് കൈയും കാലും ഒക്കെ വേദന എടുക്കുന്നുണ്ടല്ലേ? വല്ല കാര്യം ഉണ്ടായിരുന്നോ? പിണക്കം മാറിയില്ലേ നന്ദു? ഇങ്ങനെ പിണങ്ങല്ലേ. കുറച്ച് കഴിയട്ടെ, കാര്യങ്ങളൊക്കെ അമ്മ തീരുമാനിക്കും.
സിദ്ധു, എഴുന്നേക്ക് സിദ്ധു. ചായ. ചായ കുടിക്കേ. സിദ്ധു ഇവിടെ ഉണ്ടാവുമല്ലോ അല്ലേ? ആ ഉണ്ട്. എന്താ കാര്യം? അത് പറയാൻ സിദ്ധു. അവൾ എഴുന്നേറ്റില്ല ഇതുവരെ? എവിടെ? തലയ്ക്ക് വെളിവുണ്ടായിട്ട് വേണ്ട എണീക്കാൻ. കോഫി. ഇതെന്താ കോഫി വരാത്തത്? ഇവിടെ ആരും ഇല്ലേ? ഇതിപ്പോ എത്ര പേരെ കാട്ടാന ചവിട്ടിക്കൊല്ലുന്നത്? ഈ നാട്ടിൽ ജീവിക്കാൻ രക്ഷയില്ലാതായി. മനുഷ്യർക്കേ ബോധമില്ലാതായി, പിന്നെ വീട്ടിലും രക്ഷയില്ല. നിങ്ങൾ ഇവിടെ നിന്നിട്ടാണോ ഞാൻ വിളിച്ചിട്ട് ശ്രദ്ധിക്കാത്തെ? കേട്ടില്ലേ? കോഫി എവിടെ? കോഫി? രാവിലെ എന്തിനാ കോഫിയും ചായയും? വെളുപ്പിന് എന്നെ കള്ളൂടി തുടങ്ങിക്കോ. നീ അങ്ങനൊന്നും പറയാതെ സുജാതെ. അവളത് കേൾക്കാൻ കാത്തിരിക്കുക. അവളങ്ങ് തുടങ്ങും. രണ്ടുപേരും ഇത് എന്ത് ഭാവിച്ച? ഇന്നലെ രാത്രി നടന്ന സംഭവങ്ങൾ വല്ലതും ഓർമ്മയുണ്ടോ? കാല് നിലത്തുറക്കുന്നുണ്ടായിരുന്നില്ല. ആ, മദ്യപിച്ചു കഴിഞ്ഞാൽ കാല് കുഴയും. കൊണ്ടുവന്ന പോലീസുകാര് മദ്യപിച്ചാലും അങ്ങനെ തന്നെ ആയിരിക്കും. അല്ല, പോലീസുകാരെന്നെ ഇങ്ങോട്ടാണോ കൊണ്ടുവന്നേ? പോലീസുകാരെ നിന്നെ സ്റ്റേഷനിലേക്കാ കൊണ്ടുപോകാൻ പോയത്. പാവം സിദ്ധാർത്ഥൻ സാർ ഇടപെട്ടിട്ടാ നിന്നെ ഇവിടെ എത്തിച്ചത്. ഓ, ഇനി ഇത് ആവർത്തിച്ച സിദ്ധാർത്ഥൻ സാറിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള സഹായങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി എന്തെങ്കിലും നടന്നാ നിന്നെ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. ജയിലിൽ പോകാൻ തയ്യാറായ ഞാനിരിക്കുന്നത്. അപ്പോഴാ സ്റ്റേഷൻ എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നത്. പോയി കോഫി എടുക്ക, ചെല്ല്. നിങ്ങളുടെ സിദ്ധാർത്ഥ് സാർ ഇന്നലെ എന്റെ കവളത്തടിച്ചില്ലേ? അതിന് അങ്ങേരെ കൊണ്ട് ഞാൻ എണ്ണി എണ്ണി മറുപടി പറയിപ്പിക്കും. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.